ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനായിട്ടാണ്. എനിക്ക് പറയണം, അതായത് എനിക്ക് എൻ്റെ അഭിപ്രായം പറയണം തോന്നി, അതുകൊണ്ട് മാത്രമാണ് വന്നത്. സാജി എന്ന് പറയുന്ന ഇപ്പോൾ യൂട്യൂബ് തുറന്ന ഉടനെ കേൾക്കുക സാജിദ സാജിക്ക് ദിവ്യാറബം, സാജിക്ക് അഹങ്കാരം, സാജി അഹങ്കാരം കൂടി, സാജിക്ക് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കല്യാണം കഴിക്കുമോ പിന്നെ എന്തെങ്കിലും ആവട്ടെ, അത് ഓരോ ഇഷ്ടമാണ്. ആദ്യമൊക്കെ പറയും ഞാൻ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു തണലിന് അല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ആ വായ കൊണ്ട് തന്നെ പറഞ്ഞു ഞാനൊരു വികാരജീവി, എനിക്കും ഉണ്ടാവില്ലേ വികാരങ്ങളും കാര്യങ്ങളും ഒക്കെ. ശരി തന്നെ, എല്ലാവർക്കും വിചാരങ്ങളും ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെ. കല്യാണം കഴിച്ചോ കഴിക്കണ്ടെന്ന് ഒരിക്കലും പറഞ്ഞു. പക്ഷേ സാജി ഒരു കാര്യം മനസ്സിലാക്കണം. അന്നെ കെട്ടിയത് ഒരു 28കാരനോ 26കാരനോ ആയിരിക്കാം. അതെന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ്, അതൊന്നും ഞങ്ങൾക്കറിയില്ല. അത് അവനും പടച്ച റബ്ബിനും മാത്രമേ അറിയുള്ളൂ. നിനക്കും അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ നീ പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ എടുത്തതിൽ ഇന്ന് ഞാൻ ഇപ്പോൾ കണ്ടത്, അവൻ്റെ വീട്ടുകാരും അറിയില്ല, നിൻ്റെ വീട്ടുകാരും അറിയില്ല, നിൻ്റെ മക്കളും അറിയില്ല, അവൻ്റെ സ്ഥലത്ത് വെച്ചിട്ടുമല്ല നിക്കാഹ് കഴിഞ്ഞത്, നിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടുമല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ നിക്കാഹ് കഴിഞ്ഞത്? നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടോ? ഒക്കെ പോട്ടെ, എൻ്റെ എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ പറയാഞ്ഞത്? എൻ്റെ വീട്ടുകാർ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ആരാനൊക്കെ ഉണ്ടാവുക? എൻ്റെ വീട്ടിൽ ഒന്നുമില്ലെങ്കിൽ പോട്ടെ, ഒരു 5 മക്കളില്ല എൻ്റെ കൂടെ, 5 മക്കളെ താല്പര്യം ചോദിക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ 2 കുട്ടികൾ അത്യാവശ്യം വലുപ്പമുള്ള കുട്ടികളാണ്. ആ കുട്ടികളോട് ചോദിക്കണ്ടേ, ഞാനിങ്ങനെ ഉമ്മച്ചി ഇങ്ങനെ കെട്ടാൻ പോകും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് ആ കുട്ടികളോടെങ്കിലും ചോദിക്കണമായിരുന്നു. നാളെ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്, ദർസ് പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ സാജിക്ക് അറിയാമല്ലോ, സാജി അത്യാവശ്യം ചെറുതായിട്ട് അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ്. ഇപ്പോൾ എപ്പോൾ യൂട്യൂബ് തുറന്നാലും സാജിനെ കുറിച്ചാണ് ഫുള്ള് കമൻറ്റുകളും, ഫുള്ള് എന്താ പറയുക, പിന്നെ ഫുള്ള് ട്രോളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും സാജീൻ്റെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളെ വീട്ടുകാരും ഇത് കാണുന്നുണ്ടാവും. ഇപ്പം മുമ്പ് തന്നെ കുട്ടികളെ ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടുണ്ടാവും, ഇത് ഉമ്മച്ചി വീട്ടിൽ ചെന്നിട്ട് ഉമ്മച്ചി ഇതിൻ്റെ സ്നേഹിതൻ്റെ ഉമ്മയാണ് എന്നൊക്കെ. അങ്ങനത്തെ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ പറയില്ലേ, അവരിങ്ങനെയൊക്കെ ആയിരുന്നു, എൻ്റെ സ്നേഹിതൻ്റെ ഉമ്മ എങ്ങനെയാണോടാ പറയാതെ, മക്കളോടൊക്കെ പറയാതെ എവിടുന്നാണ് കെട്ടിയത്, എന്താ കെട്ടിയത്. അത് കേൾക്കുമ്പോൾ ഈ കുട്ടികൾ നിങ്ങളെ മക്കളോട് വന്ന് പറയുമ്പോൾ നിങ്ങളെ മക്കൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യും നിങ്ങൾ ചിന്തിച്ചോ? അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ പറയണമായിരുന്നു ഉമ്മച്ചി ഇങ്ങനെ കെട്ടട്ടെ, മക്കളോടെങ്കിലും ചോദിക്കായിരുന്നു. ഉമ്മച്ചി ഇങ്ങനെ ഒരു കല്യാണം കഴിക്കട്ടെ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് അതിനനുസരിച്ച് പറയാനൊരു വോയിസ് ഉണ്ട്. ഇത് മക്കളെല്ലാവരുടെ മുന്നിലും നാണം കെടുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, പിന്നെ നിങ്ങളോ ചെറുപ്പക്കാരനെ കെട്ടി സത്യം എന്ന് കരുതിയിട്ട് ഈ മൊത്തം ചെറുപ്പക്കാരെയും മൊത്തം കല്യാണം കഴിച്ച സ്ത്രീകളെയും മൊത്തം ഈ ചെറിയ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെയും അടിച്ചാക്ഷേപിച്ചത് ഒരിക്കലും ശരിയായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ചിന്താഗതിയും നിങ്ങളെ കെട്ടിയ അവൻ്റെ ചിന്താഗതി, ഇപ്പോൾ കെട്ടിയ അവനില്ലേ അവൻ്റെ ചിന്താഗതിയും പോലെയല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ മറ്റുള്ളവരെ മേലിൽ കുതിര കയറുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴി ചാരിയിട്ടല്ല നിങ്ങളെ തെറ്റ് നിങ്ങൾ മറക്കേണ്ടത്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളാണോ എല്ലാവരെയും മനസ്സ് വായിക്കുന്ന ആളാണോ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ എല്ലാ ആണുങ്ങൾക്കും കല്യാണം കഴിഞ്ഞ സ്ത്രീകളോടാണ് താല്പര്യം, ചെറിയ ആൺകുട്ടികൾക്കൊക്കെ കല്യാണം കഴിഞ്ഞ മുതിർന്ന പെൺകുട്ടികളോടാണ് താല്പര്യം. എല്ലാ ആൺകുട്ടികളും ഇങ്ങോട്ട് വന്ന് പറഞ്ഞോ ഞങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യം എന്ന് പറഞ്ഞോ? എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ അടിച്ചമർത്തേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയും. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ കെട്ടിയ ഭർത്താവ് ഉണ്ടല്ലോ, ഈ 26 വയസ്സുള്ള ചെക്കന്, അത് തന്നെ എത്ര കാലം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഓൻ്റെ വീട്ടുകാരറിയാതെയാണ് ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീനെ ഇത് കെട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ ഭർത്താവ് അതായത് വീട്ടുകാർ നിരന്തരം അവനെ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓനക്ക് തന്നെ ഓനക്ക് തോന്നാതിരിക്കട്ടെ, തോന്നി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആരെടുത്ത് പോകും? നിങ്ങൾ വീട്ടുകാരോടും നിങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾ വീട്ടുകാരോടും അഭിപ്രായം ചോദിക്കൂല, കുടുംബക്കാരോടും അഭിപ്രായം ചോദിക്കൂല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങളെ കൂടെ ആരുണ്ടാവും? എല്ലാവരും പറയാതായിരിക്കും എന്ത്, ഞങ്ങളോട് ചോദിച്ചിട്ടല്ല അവൾ കല്യാണം കഴിച്ചത്, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അവൾ സ്വന്തം ഇഷ്ടത്തിന് പോയി കെട്ടിയതാ, അതുകൊണ്ട് ഞങ്ങളോട് പറയണ്ട, സ്വന്തം മക്കൾ വരെ നിങ്ങളെ കൈയൊഴിയും. അതൊക്കെ പോട്ടെ, അതൊക്കെ നിങ്ങളെ കാര്യം. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. നിങ്ങളോ ഇങ്ങനെ ചെയ്ത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അഹങ്കാരം എന്നെല്ലാവരും പറയുന്നത്. നിങ്ങൾ ഈ ഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ വരുന്നതുകൊണ്ടോ അല്ല നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആയാലും കാണുന്നവരായാലും അഹങ്കാരം എന്ന് പറയുന്നത്. നിങ്ങൾ പണ്ടൊക്കെ കുറേ വീഡിയോ പണ്ടൊക്കെ കുറേ വീഡിയോ ചെയ്തിരുന്നല്ലോ. ആ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വന്നത് നിങ്ങളെ സംസാരത്തിൻ്റെ ആ ഒരു രീതി കൊണ്ടാണ്. അന്നൊക്കെ നിങ്ങൾ സംസാരിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാജിദ, വളരെ പാവം എന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചിരുന്നത് അല്ലേ? അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പണ്ടൊക്കെ സംസാരിച്ചിരുന്നത് ഞാനൊരു പാവമാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കൊരു കൈത്താങ്ങായിട്ട് നിങ്ങളെ സഹായം വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചാ, ഞാൻ വലിയൊരു സംഭവമാണ്, ഇന്നെ ആരും തോൽപ്പിക്കാൻ നോക്കണ്ട, ഞാൻ തോൽപ്പിച്ചാൽ തോക്കൂല, ഇന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാകൂല എന്നുള്ള രീതിയിലാണ് ഇപ്പം നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതല്ല സംസാരിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അഹങ്കാരം വന്നു, നിങ്ങൾ അഹങ്കാരിയായി മാറി. യൂട്യൂബിൽ കുറച്ച് പ്രശസ്തി കിട്ടിയപ്പോൾ അഹങ്കാരിയായി മാറി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ജീൻസും ടോപ്പ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ചുരിദാർ ഇട്ടത് കൊണ്ടോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല നിങ്ങളൊരു അഹങ്കാരിയാണ്. അത് എല്ലാവർക്കും ഇടാം. ആരും പറഞ്ഞിട്ടില്ല നിങ്ങളോട് നിങ്ങൾ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ട് നടക്കണം അല്ലെ കീറിയ ഡ്രസ്സ് ഇട്ട് നടക്കണം എന്ന് ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഇങ്ങനെയുള്ള സംസാരങ്ങളും രീതികളും ആണ് നിങ്ങളെ അഹങ്കാരി എന്ന് പറയിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 1,00,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, 1,50,000 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ സബ്സ്ക്രൈബേഴ്സ് വിചാരിച്ചാൽ നിങ്ങളെ ഒന്നും അല്ലാതാക്കി തീർക്കാനും പറ്റും. നിങ്ങളെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നിങ്ങൾക്കായാലും എനിക്കായാലും ആർക്കായാലും യൂട്യൂബ് ചെയ്യുന്ന ആർക്കായാലും മുന്നോട്ട് എത്തണം, അതായത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് വേണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ സബ്സ്ക്രൈബേഴ്സിനെ മൊത്തം ആക്ഷേപിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഴിയില്ല. അത് ഏത് യൂട്യൂബർ, ഇതിപ്പോൾ എൻ്റെ കാര്യമാണെങ്കിലും നിങ്ങളെ കാര്യമാണെങ്കിലും വേറെ ഏത് യൂട്യൂബർമാരുടെ കാര്യമാണെങ്കിലും ഇതിങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനോടെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുക. അതിന് തട്ടിക്കയറി ഇതിന് തട്ടിക്കയറി പറയുന്നതിനൊക്കെ ഏറ്റുപിടിച്ച് കൊടിയും പിടിച്ച് നടക്കുക എന്നുണ്ടെങ്കിൽ നടക്കലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എവിടെയും ഒന്നും എത്താതായിപ്പോവും. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുക. ഈ അഹങ്കാരം പിടിച്ച് സംസാരം നിർത്തുക. നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഇത് ഞാൻ സംസാരിക്കുന്നത് കുറച്ച് അഹങ്കാരം വന്നിട്ടാണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ലേ? പിന്നെ ആരും നിങ്ങളെ സഹായിച്ചില്ല എന്നുള്ള കാര്യമൊന്നും പറയരുത്. എത്രയോ ആൾക്കാർ നിങ്ങളെ സഹായിച്ചതാണ്. ഞാനും നിങ്ങളെ സഹായിച്ച ആൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു സഹായം ഒരു ഭാഗത്തുനിന്നും കിട്ടിയില്ല എന്നുള്ളതൊന്നും നിങ്ങൾ ഒരിക്കലും പറയരുത്. ആ പാവം 5 മക്കളെ ആലോചിച്ചിട്ട് ആണ് ഞങ്ങളൊക്കെ സഹായിച്ചത്. അതിന് ഇത്രത്തോളം ഒരു അഹങ്കാരം നിങ്ങളെ ഈ സ്വഭാവം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളാരും നിങ്ങളെ സഹായിക്കാൻ നിൽക്കില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വ്യക്തിനെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭീഷണിയൊന്നും വേണ്ട
സാജിദ. എല്ലാവർക്കും ഭീഷണിപ്പെടുത്താൻ കഴിയും. നാക്കിന് എല്ലില്ലാത്തതുകൊണ്ട് ഈ ഒരു ചാനലുള്ളതുകൊണ്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്താം. പക്ഷേ ഈ ഭീഷണിയൊന്നും ഒരു പരിഹാരമല്ല സാജിദ അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇത് കുറേ വീഡിയോസ് ഇട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ വീഡിയോസൊക്കെ ഇടണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇട്ടോ. പക്ഷേ അത് എനിക്കെന്താ കെട്ടാൻ പറ്റില്ല, എനിക്കെന്താ വികാരമില്ലേന്ന് അതൊക്കെ ജെന്നിയാണ് പറഞ്ഞത് എൻ്റെ ഓരോ വീഡിയോസിൽ. എനിക്കുമുണ്ട്, ഞാനും വികാരങ്ങളുള്ളൊരു സ്ത്രീയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങളെ നാവും തന്നെയാണ് എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. പിന്നെ ഞാനല്ല ഇതൊന്നും പറഞ്ഞത്, മറ്റുള്ള റിയാക്ഷൻ വീഡിയോസുകാരെടുത്തിട്ട് പറയുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളെ വീഡിയോസ് നിങ്ങൾ തന്നെ ഓരോന്നെടുത്ത് കണ്ടു നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ തന്നെയാണ് ഇതൊക്കെ കുഴിയൊക്കെ തോണ്ടി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങളെ കാര്യങ്ങൾ നിങ്ങളും വേണം ശ്രദ്ധിക്കുക. അല്ലാതെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ മാത്രമാണ് പറയരുത്. പിന്നെ നിങ്ങൾ കല്യാണം കെട്ടുന്നതും കെട്ടാതിരിക്കുന്നതും ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അത് ഞാനതിൽ കൈകടത്താൻ ആളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണാണ്, പെണ്ണിനും ആണിനൊക്കെ വിചാരങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നിങ്ങൾ തെറ്റായ രീതിയിൽ പോയില്ലല്ലോ, അതൊക്കെ. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് മലയാളി അങ്ങനെ എന്തോ ഒരു ഇതിൽ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു, എൻ്റെ ഭർത്താവുള്ള സമയത്തെ ഉള്ള റിലേഷനാണ് ഇപ്പം കെട്ടിയ ആളുമായിട്ട് നിങ്ങൾക്ക്. അതായത് നിങ്ങളെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്തെ ഇപ്പം കെട്ടിയ ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് പണ്ടേ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് പണ്ടേ റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഭർത്താവ് മരിക്കാൻ കാരണം അതായി കൂടെ, അല്ലെങ്കിൽ അവനും നിങ്ങളും റിലേഷൻ കണ്ടുപിടിച്ചത് കൊണ്ടായിരിക്കും മനം നൊന്ത് ചിലപ്പം ഭർത്താവിന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് ഞങ്ങൾക്കും പറയാലോ. അങ്ങനെ ആണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വന്നത്. അതായത് പണ്ടേ മെസ്സേജൊന്നും അയക്കാറുണ്ടായിരുന്നില്ല, പണ്ടേ ഞങ്ങൾ കണക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രേമിച്ചു എന്ന്. അപ്പോൾ പ്രേമം മുൻപേ ഉണ്ടായതായിക്കൂടെ? എങ്ങനെയായാലും സാജിദ, ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തികളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്. അതിന് നിങ്ങൾ ഓരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു നിങ്ങൾ എത്ര പിന്നാലെ ആൾക്കാർ പിന്നാലെ പോകും? പറയുന്നവർ പറയട്ടെ വെക്കണം, നിങ്ങളെ കാര്യം നോക്കണം, ചെയ്യണം, അത്ര തന്നെ. പറയുമ്പോൾ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാകുന്ന കാര്യമാണ്, അതല്ലേ? എന്തിനാണ് വെറുതെ മറ്റുള്ള സാധുക്കളെ ഭീഷണിപ്പെടുത്താൻ പോകുന്നത്? ഇതൊന്നും ഒരിക്കലും ശരിയല്ല സാജിദ, ശരിയായ ഒരു നടപടിയല്ല ഇതൊന്നും. നിങ്ങളും ഒരു സ്ത്രീയാണ്, എല്ലാവരും ആ സ്ത്രീയും ഞാനും ആ സ്ത്രീയും എല്ലാവരും ഒരു സ്ത്രീയാണ്. സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ ആരാ മനസ്സിലാക്കുക? അതുകൊണ്ട് സാജിദയുടെ ഈ ഒരു സംസാര രീതി ഇതൊന്നും ഒരിക്കലും ശരിയല്ല, സാജിദ മനസ്സിലാക്കണം. എനിക്കിത്രേ പറയാനുള്ളൂ. എനിക്ക് നിങ്ങൾ മൊത്തത്തിൽ കല്യാണം കഴിഞ്ഞവരെയും കഴിയാത്തവരെയും തമ്മിൽ അടിച്ച്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ കല്യാണം കഴിയാത്തവരെ ഇഷ്ടപ്പെടുന്ന കല്യാണം കഴിഞ്ഞവരെ ഇഷ്ടപ്പെടുന്ന ആണുങ്ങളുണ്ടാവും. അതെന്തിനാ? ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കല്യാണം തലയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞവരെ പിന്നാലെ പോകുന്നവരുണ്ട്. എന്നിട്ട് അത് കുടുങ്ങിക്കഴിഞ്ഞാൽ എനിക്കിത് നടക്കില്ല, കല്യാണം കഴിഞ്ഞതാ, എനിക്കിത് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊഴിയാം. അത് എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളവരുണ്ട്. ഏറെക്കുറെ അങ്ങനെ അല്ലാത്തവരാണ്, മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ വയ്യാലെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളങ്ങനെ നിന്ന് കൊടുത്തതുകൊണ്ടല്ലേ. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു ഭർത്താവുണ്ടല്ലോ, 26 വയസ്സുള്ള ഒരുത്തൻ, അവൻ നിങ്ങളെ വയ്യാലെ കല്യാണം കഴിഞ്ഞ് നിങ്ങളെ വയ്യാലെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നിന്ന് കൊടുത്തിട്ടല്ലേ വരുന്നത്. നിങ്ങൾ എൻ്റെ പിന്നാലെ വരണ്ട, എനിക്ക് നിങ്ങളോട് താല്പര്യമില്ല, നിങ്ങൾ ചെറിയ ചെക്കനാന്ന് പണ്ടേ ഭർത്താവുള്ള കാലത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ ചങ്ങായി ഇപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവുമോ? അപ്പോൾ അന്ന് മുതലേ നിങ്ങൾക്ക് ഈ പയ്യനുമായിട്ട് ബന്ധം ഉണ്ടാവും. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട്, അത് ഒരാൾ വിളിച്ച് ചോദിച്ചപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരുടെ തലയിലും, എല്ലാ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെയും കല്യാണം കഴിയാത്ത പുരുഷന്മാരുടെ തലയിലും കല്യാണം കഴിയാത്ത സ്ത്രീകളുടെ തലയിലും എടുത്തിടലല്ല ഒരു പെണ്ണിന് ചേർന്ന പണിയല്ല, മനസ്സിലായോ? നിങ്ങളെ കാര്യം നിങ്ങൾ പറയുക, ബാക്കിയുള്ളവരെ കാര്യം ഓര് പറഞ്ഞോളൂ. ഓരോ കാര്യമൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞു, ഓരോ മനസ്സൊക്കെ വായിക്കുന്ന ആളാണ് നിങ്ങൾക്ക്, അതിനുള്ള കഴിവ് അല്ല തന്നിക്കണം നിങ്ങൾക്ക്. എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവ്
തന്നിക്കണോ? അല്ല, തന്നിക്കണമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. തന്നിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആയല്ലോ എല്ലാം മനസ്സ് വായിക്കാനുള്ള കഴിവ്. നിങ്ങൾ പിന്നെ ആണല്ലോ ഈ ലോകത്തൊക്കെ സാജി. അതുകൊണ്ട് അങ്ങനത്തെ വർത്താനൊന്നും പറയരുത്, മനസ്സിലായോ? എനിക്ക് ഇത്രേ പറയുള്ളൂ, ഇതിലും കൂടുതലൊന്നും പറയില്ല. പറയാനുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് പറയാൻ. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് വേണ്ടാത്ത കാര്യത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങളെ കാര്യത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ വലിച്ചു വെച്ച് ബാക്കി എല്ലാവരെയും കൂടെ അതിൽ ചളി വാരി എറിയരുത്.